എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ പ്രതിഭാസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള LED ബൾബുകൾ ഓഫ് ചെയ്താൽ ഓഫ് ആവാറുണ്ട്. പക്ഷേ ചില LED ബൾബുകൾ ഓഫ് ചെയ്താലും ചെറിയ പ്രകാശത്തോടെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അതിന് കാരണം? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെറ്റപ്പ്. ഒരു പ്ലഗ് ഉണ്ട്, അത് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വയർ വന്നിട്ടുണ്ട്. മറ്റൊരു വയർ അതിൻ്റെ പുറത്ത് വെറുതെ ചുറ്റിയിട്ടേക്കുകയാണ്. അതിൻ്റെ എൻഡ് കണക്ട് ചെയ്തിട്ടില്ല. ഏകദേശം 2 മീറ്ററോളം നീളത്തേക്ക് ഇങ്ങനെ ചുറ്റിയിട്ടേക്കുകയാണ്. അത് തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. പവർ കണക്ട് ചെയ്തിരിക്കുന്ന വയർ നേരെ ഒരു പവർ സപ്ലൈയിലേക്കാണ് പോയിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്ന ആ വയർ ഒരു LED-യിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. LM317 എന്നുള്ള IC ആണ്. ഇതൊരു കോൺസ്റ്റന്റ് കറന്റ് ഡ്രൈവറായിട്ട് ഉപയോഗിക്കുകയാണ് ഈ ഒരു LED-ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു വയറിൽ ഇപ്പോൾ 240 വോൾട്ട് AC ഉണ്ട്. അതിൻ്റെ പുറത്തൂടെ LED-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയർ ചുറ്റിയിട്ടേക്കാണ്. അതിന്റെ മറ്റേ എൻഡ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓപ്പൺ ആണ്. LED ലൈറ്റ് ചെറുതായിട്ട് തിളങ്ങുന്നതായിട്ട് കാണാം. ശ്രദ്ധിച്ച് നോക്കുക. LED-യുടെ 2 വയർ പവർ സപ്ലൈ വയറിന്റെ ചുറ്റും ചുറ്റിയിട്ടിട്ടേ ഉള്ളൂ. വേറെ എങ്ങും കണക്ട് ചെയ്തിട്ടില്ല. LED-ക്ക് പവർ ഇവിടെ നിന്ന് വരുന്നു. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എന്താണ് അതിന്റെ പുറകിലുള്ള രഹസ്യം? വേറൊന്നുമല്ല, കപ്പാസിറ്റീവ് പവർ ട്രാൻസ്ഫർ ആണ്. കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്താണെന്നറിയാമല്ലോ. 2 മെറ്റൽ പ്ലേറ്റുകൾ ഒരു ഡയലക്ട്രിക്കിന്റെ സാന്നിധ്യത്തിൽ അടുത്തടുത്ത് വെച്ചിരിക്കുന്നതിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ പ്ലേറ്റിലേക്കും ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് കപ്പാസിറ്റീവ് എഫക്റ്റ്. ഇതേപോലെ തന്നെ 2 വയറുകൾ അടുത്തടുത്ത് വെച്ചേക്കുവാണ്. വയറിന് പുറത്തുള്ള ഇൻസുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻസുലേഷൻ മെറ്റീരിയൽ ഒരു ഡയലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു വയറിൽ നിന്ന് മറ്റൊരു വയറിലേക്ക് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. ഈ കപ്പാസിറ്റൻസ് എഫക്റ്റ് വയറിന്റെ ലെങ്ത് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റീവ് എഫക്റ്റ് വഴി വെറുതെ വെച്ചിരിക്കുന്ന ഒരു വയറിലേക്ക് പവർ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ വയറിങ്ങിൽ ഒരേ കുഴലിൽ കൂടെ ഒരു കോൺഡ്യൂറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒന്നിലധികം വയർ ഉണ്ടാവും. അതിൽ ഫേസ് ഉണ്ടാവാം, ന്യൂട്രൽ ഉണ്ടാവാം. അപ്പോൾ ഈ അടുത്തടുത്തിരിക്കുന്ന വയറുകൾ തമ്മിൽ ഇതുപോലെയുള്ള കപ്പാസിറ്റീവ് പവർ ട്രാൻസ്ഫർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കപ്പാസിറ്റീവ് പവർ ട്രാൻസ്ഫർ ആണ് LED ചെറുതായിട്ട് തിളങ്ങിയിരിക്കാനുള്ള കാരണം. ചില LEDs മാത്രമാണ് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത്, ചിലത് ഗ്ലോ ചെയ്യാറില്ല. എന്താണ് ഡിഫറൻസ്? നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സർക്യൂട്ടിലെ മെയിൻ കമ്പോണന്റ് ഈ ഒരു കപ്പാസിറ്ററാണ്. മെയിൻസ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്ത് LED-ക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന വോൾട്ടേജിലേക്ക് മാറ്റുന്നത് ഈ ഒരു കപ്പാസിറ്ററാണ്. ഇനി AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഇനി ആ വോൾട്ടേജിനെ സ്മൂത്ത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്മൂത്തിങ് കപ്പാസിറ്റർ ഉണ്ട്. LED-യിലേക്ക് പോകുന്ന കറണ്ട് അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്ററും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള LED മാത്രമാണ്. ഇത്തരം സർക്യൂട്ടുള്ള LED ലൈറ്റുകളിൽ ഗ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലീക്കേജ് കറണ്ട് ഇതുവഴി വരികയാണെന്ന് വിചാരിക്കുക. വളരെ ചെറിയ കറണ്ട് ആയിരിക്കും. ഒരു മൈക്രോ ആംബിയർ റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംബിയറിന്റെ 10,000-ലൊന്നോ അതിൽ താഴെയോ അത്രയും കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കറണ്ട് ഇതുവഴി വന്നു കഴിയുമ്പോൾ അതിന് വേറെ പാത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ഇതുവഴി തന്നെ പോകും. അത് കടന്ന് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വഴി റെക്ടിഫൈ ചെയ്ത് LED വഴി ന്യൂട്രലിലൂടെ തിരിച്ചു പോകും. ന്യൂട്രൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഞാനിവിടെ ചെയ്ത എക്സ്പെരിമെന്റിൽ LED-യുടെ ഒരു ടെർമിനൽസും കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും അത് ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഈ LED-യിലേക്ക് വരുന്ന പവർ LED-യിലൂടെ കയറി എന്റെ ബോഡിയിലൂടെയാണ് എർത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന LED-ക്ക് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓൾറെഡി ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫേസിലൂടെ ലീക്ക് ചെയ്ത് വരുന്ന കറണ്ടിന് ന്യൂട്രലിലൂടെ തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ LED കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇനി ഗ്ലോ ചെയ്യാത്ത LED-യിൽ എന്താണ് വ്യത്യാസം? ഗ്ലോ ചെയ്യാത്ത LED-യുടെ ഇന്റേണൽ സർക്യൂട്ട് ഇതുപോലെ ആയിരിക്കും. അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ആദ്യം തന്നെ ഒരു ഫ്യൂസിബിൾ റെസിസ്റ്ററിലാണ്. ഇതിൽ നിന്ന് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ വന്നിട്ട് ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു സ്നബ്ബർ സർക്യൂട്ട് ഉണ്ട്. അത് ഈ ഒരു IC-ക്കകത്തുള്ള മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു മോസ്ഫെറ്റിന്റെ സോഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി IC-ക്കകത്ത് കുറച്ച് സർക്യൂട്ട്സ് ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഒരു ടാപ്പിംഗിൽ നിന്ന് ആണ് ഈ ഒരു IC-ക്ക് പവർ കിട്ടുന്നത്. LED ഡ്രൈവ് ചെയ്യാനുള്ള പവർ ഈ ഒരു സർക്യൂട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ഏകദേശം മില്ലി വാട്ട്സ് റേഞ്ചിലുള്ള പവർ ആണ് ഈ ഒരു IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇത്രയും പവർ കൊടുക്കാൻ തന്നെ ലീക്കേജിന് കഴിയില്ല. ഈ IC ഓൺ ചെയ്താൽ മാത്രമേ IC ഔട്ട്പുട്ട് ഓൺ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ LED ഗ്ലോ ചെയ്യുള്ളൂ. IC ഓഫ് ആയിരിക്കുന്നിടത്തോളം കാലം LED-ക്ക് പവർ കിട്ടില്ല. അതുകൊണ്ട് LED ഓൺ ആവുന്നില്ല. IC ഓൺ ആവുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വില കൂടിയ LED ബൾബുകൾ ഇങ്ങനെ ഗ്ലോ ചെയ്യാത്തത്. നിങ്ങൾക്ക് ആ ഗ്ലോ കാണുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി ആ ഗ്ലോ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വില കൂടിയ ഒരു ബൾബ് അവിടെ വാങ്ങിച്ചിടുക. അത് ഒന്നാമത്തെ ഓപ്ഷൻ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ലീക്ക് ചെയ്ത് വരുന്ന കറണ്ട് LED
ഡിയിൽ എത്താതെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ഈ ഓപ്ഷൻ. അതിനായിട്ട് എക്സ്ട്രാ റെസിസ്റ്റർ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 470K റെസിസ്റ്റർ LED-ക്ക് പാരലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ LED ഗ്ലോ ചെയ്യില്ല. അപ്പോൾ ഈ ലീക്കേജ് വേറൊരു രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല. ചെറിയൊരു രീതിയിലുള്ള ബിൽ ഇൻക്രീസ് ചിലപ്പോൾ ഉണ്ടാവാം. അത്ര LEDs അതുപോലെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് ഒരു മാസത്തെ ബില്ലിൽ ഒരു 1-2 രൂപ വ്യത്യാസം വരാം. ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റു സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.